തൃശ്ശൂർ കിച്ചൺ ആൻഡ് വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന സൊമാറ്റോ പാർട്ട്ണർ ആപ്പ് എന്ന ആപ്പിനെ പറ്റി, അതിൻ്റെ പ്രവർത്തനത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഒരുപാട് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. സ്വിഗ്ഗി, സൊമാറ്റോ, ഡെൻസോ. അപ്പോൾ ആ ആപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്ന ആപ്പ്. അപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ ഉപയോഗിക്കുന്ന സൊമാറ്റോ പാർട്ട്ണർ ആപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പനിക്കാരായിട്ടുള്ള എഗ്രിമെൻ്റ് പ്രകാരം നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അവർ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും തരും. അതനുസരിച്ച് നമ്മൾ ഇത് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ് ക്ലോസ് എന്നുള്ള സമയത്താണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ക്ലോസ് ആക്കിയതിന് ശേഷം നമ്മളുടെ മെനുവിൽ നമ്മളുടെ ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റംസ് എല്ലാം എനേബിൾ ആക്കിയിടണം. ഇങ്ങനെ എനേബിൾ ആക്കിയിടുന്ന ഐറ്റംസ് മാത്രമാണ് കസ്റ്റമറുടെ സൊമാറ്റോ ആപ്പിൽ അവർക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളില്ലാത്ത ഐറ്റംസൊക്കെ നമ്മളത് ഇതിനകത്ത് ഓഫാക്കിയിടണം. ഇപ്പോൾ കപ്പ ബിരിയാണി ഞാൻ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാനത് നമ്മൾക്ക് എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണോ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണോ അത് നാളെയാണോ. അപ്പോൾ ഈ നാളെ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് അടിയിൽ അത് ഓക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഉള്ള ഐറ്റം എനേബിൾ ആക്കിയിടണം, ഇല്ലാത്തത് ഡിസേബിൾ ആക്കിയിടണം. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഈ ആപ്പ് ഓൺ ആക്കുന്നതിന് മുമ്പ്, അതായത് റെസ്റ്റോറൻറ്റ് ഓൺ ആകുന്നതിന് മുമ്പ് ഇത്തരം സെറ്റിങ്സുകൾ റെസ്റ്റോറൻറ്റുകാരൻ തീർച്ചയായും ചെയ്തിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറേ ഐറ്റം ഇതിനകത്ത് എനേബിൾ ആക്കാനുണ്ട്, ചിലത് ഡിസേബിൾ ആക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ എനേബിൾ ആക്കി ഇടുന്നുണ്ട്. ചിക്കൻ കബാബ് ഇന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീൽസ് ഐറ്റം എല്ലാം ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മളുടെ വെജിറ്റേറിയൻ ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായ സെറ്റിങ്സ് ഇതിൽ നടത്തി. അതിനുശേഷം നമ്മൾക്ക് ഈ ഓഫ്ലൈൻ എന്നുള്ളത് ഓൺലൈൻ ആക്കി കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് ഓർഡറുകൾ വരും. അപ്പം ഞാൻ എൻ്റെ ഈ സോഫ്റ്റ്വെയർ ഓർഡറുകൾ സ്വീകരിക്കാൻ റെഡിയാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ഒരു ഓർഡർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതേമാതിരി ഒരു റിംഗ് ടോൺ ഈ സമയത്ത് ഇവിടെ കേൾക്കാം. അപ്പോൾ റിംഗ് ടോൺ കേൾക്കുമ്പോൾ നമ്മൾ ഈ ആപ്പ് ഓണാക്കുക. ഇതിനകത്ത് ഓർഡർ വന്ന് കിടക്കുന്നുണ്ട്. 2 BDF-ഉം ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ്. നമുക്കിത് ടൈം സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ഞാനത് ഓക്കെ കൊടുത്തിട്ടുണ്ട്, ആക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് റെഡി ആയതിന് ശേഷം നമ്മൾക്ക് ഇത് ഫുഡ് റെഡിയാണെന്ന് നമുക്കിവിടെ കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തിട്ട് ഫുഡ് റെഡിയാണെന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡ് റെഡിയാണെന്നുള്ള ഒരു മെസ്സേജ് റൈഡർക്ക് പോവുകയും റൈഡർ വന്ന് നമ്മളുടെ ഫുഡ് പിക്കപ്പ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുകയും ചെയ്യും. നമുക്കതിന് ശേഷം ഈ വന്ന റൈഡർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. എത്ര സ്റ്റാറാണ് കൊടുക്കുന്നത്, 5 സ്റ്റാർ വരെ കൊടുക്കാം. അതോടൊപ്പം തന്നെ അവൻ്റെ ബിഹേവിയർ, കറക്റ്റ് ടൈമാണോ വന്നത് തുടങ്ങിയവയെല്ലാം നമ്മൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കസ്റ്റമർ ഫുഡ് സ്വീകരിക്കുന്നത് വരെ ഈ ഓർഡർ നമ്മളുടെ ഈ ആക്സെപ്റ്റിംഗ് ഓർഡർ എന്നുള്ള ആ ഒരു പേജിലുണ്ടാവും. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കി ഓൾ സെലക്ട് ചെയ്യുക.